സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ വന്നിട്ടുള്ളത് പൈനാപ്പിൾ ഗ്രിൽഡ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നല്ലൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒരു പകുതി എടുക്കാം. ഞാനിവിടെ 2 ടൈപ്പിലാണ് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2 ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നോർമലി പാനിൽ ചെയ്യാനും ഇത് ഓവൻ്റെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് പാനിൽ ചെയ്യുന്നതിൻ്റെ മുകളിൽ പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡിലൊന്ന് മസാല പുരട്ടി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. പെട്ടെന്ന് തന്നെ ഇതിൽ മസാല പിടിക്കും. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പീസ് പൈനാപ്പിളിനെ നമുക്ക് സ്ക്വയർസിലേക്ക് മാറ്റാം. ഒരു സ്ക്വയറിൽ ഒരു 5ഓ 6ഓ നമ്മളെ ഓവൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഒരു 5ഓ 6ഓ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ പൈനാപ്പിളിനെ നമ്മൾ ഡയറക്റ്റ് ചാർക്കോളൊക്കെ കത്തിച്ച് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സെയിം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ചാർക്കോളിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓവണിൽ ഗ്രിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ടൈം 10 മിനിറ്റ്, ഒരു സൈഡിൽ നിന്ന് 10 മിനിറ്റ് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് പാനിൽ എങ്ങനെയാണ് ഇത് ഗ്രിൽ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. അത് നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സൈഡ് ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആ സൈഡ് കുക്കായി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഇതേപോലെ ചെയ്തെടുക്കുക. ഇത് കുക്കായി കഴിഞ്ഞാൽ ആ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി പൈനാപ്പിൾ ഒന്ന് ചുരുങ്ങി വരും. ഇതിപ്പോൾ 2 സൈഡ് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. സ്മോക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി മാറ്റുന്നത്. ഇപ്പം നമ്മൾ ഓവനിൽ വെച്ചത് 2 സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇത് നമുക്ക് ആ സെയിം പാത്രത്തിലേക്ക് മാറ്റാം. ചാർക്കോളിൽ ചെയ്ത ആ സെയിം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് ചാർക്കോൾ നന്നായി കനലാക്കിയിട്ട് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയാൽ നമ്മളെ പൈനാപ്പിളിനൊക്കെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അതേപോലെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. താങ്ക് യു. ബൈ.